നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ദിവസവും നടത്തുന്ന സംഭാഷണങ്ങളുടെ വലിയൊരു ഭാഗം മറ്റൊരാളുടെ തെറ്റുകളെക്കുറിച്ചാണെന്ന്? പലപ്പോഴും സുഹൃത്തുക്കളോടോ സഹപ്രവർത്തകരോടോ കുടുംബാംഗങ്ങളോടോ പോലും സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ കുറവുകളോ പിഴവുകളോ തന്നെ ചർച്ചയാകാറുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് മനുഷ്യർ കുറ്റം പറയുന്നത്? അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? കുറ്റം പറച്ചിലിൻ്റെ മനഃശാസ്ത്രം. ഇത് വെറും ഗോസിപ്പാണെന്ന് തോന്നാം. പക്ഷേ മനഃശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കുറ്റം പറയൽ ഒരു ഹാബിറ്റ് മാത്രമല്ല, മറിച്ച് മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കാണിക്കുന്ന ഒരു സൂചന കൂടിയാണ്. 1. ആശയവിനിമയവും കുറ്റം പറയലും. ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത് ഗോസിപ്പ് അല്ലെങ്കിൽ കുറ്റം പറയൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ ആദ്യകാല രൂപങ്ങളിൽ ഒന്നാണെന്നാണ്. പഴയകാല ഗോത്ര സമൂഹങ്ങളിൽ ആരാണ് വിശ്വസ്തൻ, ആരാണ് വിശ്വസിക്കാനാവാത്തത് എന്നറിയാൻ ഗോസിപ്പിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഗോസിപ്പ് മാറിയിരിക്കാം, പക്ഷേ കുറ്റം പറയൽ ഇപ്പോഴും നിലനിൽക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പോലും മറ്റൊരാളുടെ തെറ്റുകൾ, ഒരു ചെറിയ പിഴവോ സ്ലിപ്പ് ഓഫ് ടങ്കോ ആകട്ടെ, അതൊരു വലിയ വിഷയമാക്കിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനാൽ കുറ്റം പറയൽ മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷൻ DNA തന്നെ കുടിയേറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. രണ്ടാമത്തത് പ്രൊജക്ഷൻ. കുറ്റം പറയലിൻ്റെ മനഃശാസ്ത്രപരമായ അടിസ്ഥാനം. പ്രൊജക്ഷൻ എന്നൊരു മനഃശാസ്ത്ര പ്രതിഭാസമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ അംഗീകരിക്കാൻ കഴിയാത്ത നമ്മുടെ തന്നെ ദൗർബല്യങ്ങൾ മറ്റൊരാളുടെ മേൽ പതിപ്പിച്ച് അവരെ കുറ്റപ്പെടുത്തുക എന്നതാണ്. എക്സാമ്പിളായിട്ട്, ഒരാൾക്ക് തന്നെക്കുറിച്ചുള്ള ഇറസ്പോൺസിബിലിറ്റീസ് ഒക്കെ അറിയാം, പക്ഷെ അത് സമ്മതിക്കാൻ മനസ്സില്ല. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ നോക്കി പറയും, നീ ഒന്നും സമയത്ത് ചെയ്യുന്നില്ല. ഇതിനെ പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് പലപ്പോഴും കുറ്റം പറയൽ സ്വന്തം മനസ്സിൻ്റെ പ്രതിഫലനം മാത്രമാണ്. നമ്മുടെ കുറ്റബോധം മറയ്ക്കാൻ മറ്റൊരാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. 3. ഇൻസെക്യൂരിറ്റി. അരക്ഷിതാവസ്ഥയും കുറ്റം പറയലും. പലപ്പോഴും കുറ്റം പറച്ചിലിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇൻസെക്യൂരിറ്റീസ് ആണ്. ജീവിതത്തിൽ ആത്മവിശ്വാസം കുറവാകുമ്പോൾ മറ്റൊരാളുടെ തെറ്റുകൾ കാണിച്ച് അവർക്ക് പൂർണ്ണതയില്ല എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ആശ്വാസം നൽകും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് ആത്മവിശ്വാസം വളർത്തുന്നില്ല, മറിച്ച് നമ്മുടെ വളർച്ചയിൽ നിന്ന് നമ്മെ അകറ്റുന്നു. അഥവാ സ്വന്തം കുറവുകൾ അംഗീകരിക്കാൻ കഴിയാത്തവർ ബ്ലെയിമിനെ, അതായത് കുറ്റം പറച്ചിലിനെ ആയുധമാക്കും. നാലാമത്തത് സമൂഹത്തിൻ്റെ കുറ്റം പറയലിൻ്റെ പങ്ക്. ഗോസിപ്പ് കൾച്ചർ കുറ്റം പറച്ചിലിൻ്റെ വലിയൊരു മുഖമാണ്. കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളുടെ തെറ്റുകൾ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരു ബോണ്ടിങ് തോന്നും. നമ്മൾ ഒരുപോലെ ചിന്തിക്കുന്നു എന്നൊരു ധാരണ. ആദ്യകാലത്ത് ഇത് ട്രൈബൽ സർവൈവലിന് സഹായിച്ചു. പക്ഷേ ഇന്ന് കുറ്റം പറച്ചിൽ പലപ്പോഴും ബന്ധങ്ങൾ തകർക്കുന്ന ഒരു ആയുധമായി മാറുന്നു. ജോബ് പ്ലേസിൽ ബ്ലെയിം ഗെയിം പൊളിറ്റിക്സ് സൃഷ്ടിക്കുന്നു. ഫാമിലിയിൽ ബ്ലെയിം ട്രസ്റ്റ് തകർക്കുന്നു. ഫ്രണ്ട്സിൽ ബ്ലെയിം ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. അതിനാൽ ബ്ലെയിം പോസിറ്റീവ് ബോണ്ടിങ്ങിൻ്റെ മറവിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്നത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് ബ്ലെയിം vs ക്രിറ്റിസിസം. കുറ്റം പറയലിനെയും വിമർശനത്തിനെയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കണം. കുറ്റം പറച്ചിൽ എന്നത് ഡിസ്ട്രക്റ്റീവാണ്, അതെല്ലാത്തിനെയും നശിപ്പിക്കും, അത് വ്യക്തിയെ തന്നെ നശിപ്പിക്കും. ക്രിറ്റിസിസം കൺസ്ട്രക്റ്റീവാണ്, അത് പ്രവൃത്തിയെ മാത്രം വിലയിരുത്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ എല്ലായ്പ്പോഴും മോശമാണ് എന്നത് ഒരു കുറ്റമാണ്, കുറ്റം പറച്ചിലാണ്, അതായത് ബ്ലെയിമാണ്. നീ ചെയ്ത കാര്യത്തിൽ ഇത് കുറച്ചൊന്ന് മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് പറയുന്നത് വിമർശനമാണ്. അതായത് കുറ്റം പറച്ചിൽ ബന്ധം തകർക്കും, എന്നാൽ വിമർശനമോ വളർച്ചയ്ക്കുള്ള വഴികാട്ടിയാണ്. രണ്ടാമത്തെ പോയിന്റ്, കുറ്റം പറച്ചിലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അഥവാ അതിൻ്റെ നെഗറ്റീവ് സൈഡ്. കുറ്റം പറയൽ നമ്മുടെ മനസ്സിൽ വലിയ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. അത് ആൻസൈറ്റി, സ്ട്രെസ്സ്, ഡിപ്രഷൻ വരെ ഉണ്ടാക്കും. ബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടും. സമയം, എനർജി എല്ലാം മറ്റൊരാളുടെ തെറ്റുകൾ തേടുന്നതിൽ കളയപ്പെടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കുള്ള ഫോക്കസ് തന്നെ നഷ്ടപ്പെടും. ഏത് സമയത്തും മറ്റൊരാളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കും. റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് ഈ ബ്ലെയിം ചെയ്യുന്നത് അധികം ചെയ്യുന്നവർ ലോങ് ടൈമിൽ അവർ അൺഹാപ്പിനെസ്, അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫൈഡ് ഒക്കെ ആകുന്നതായിരിക്കും. അവർക്ക് ഒന്നിലും തൃപ്തി കണ്ടെത്താനായിട്ട് സാധിക്കില്ല. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ. അവർ സ്വന്തം പുരോഗതിയിൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് മാത്രം കുടുങ്ങിപ്പോകും. രണ്ടാമത്തെ പോയിന്റ്, ഈ കുറ്റം പറച്ചിൽ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. എങ്ങനെ ഈ കുറ്റം പറച്ചിൽ ഒഴിവാക്കാം? 1. സെൽഫ് അവെയർനെസ് ആണ്. പറയാൻ പോകുന്ന വാക്ക് അത് ഉപകാരമുള്ളതാണോ, അതാരെങ്കിലും ഹേർട്ട് ചെയ്യുമോ എന്നുള്ളത് മുൻകൂട്ടി തന്നെ ചിന്തിക്കുക. പോസിറ്റീവ് ഫോക്കസ്.
മറ്റൊരാളുടെ തെറ്റുകൾക്കൊപ്പം അവരുടെ നല്ല വശങ്ങളും കാണുക. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം പരിഹാരവും നൽകുക. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, മറ്റുള്ളവരുടെ കുറവുകളിൽ സമയം കളയാതെ സ്വന്തം പുരോഗതിയിൽ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ബ്ലെയിം കൾച്ചറിൽ നിന്ന് നമ്മൾ മാറി പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തും. ഈ കുറ്റം പറച്ചിൽ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ജീവിതത്തിൽ ബ്ലെയിം കൾച്ചറിനെ ഒഴിവാക്കി സപ്പോർട്ട് കൾച്ചറിനെ വളർത്തിയാൽ നമ്മുടെ ബന്ധങ്ങളും സമൂഹവും മനസ്സും ഒക്കെ ആരോഗ്യകരമാകും. കുറ്റം പറയുന്നതിന് പകരം വളർച്ചയ്ക്കായി വാക്കുകൾ ഉപയോഗിക്കുക എന്നതാണ്. ഇതാണ് മനഃശാസ്ത്രം നമ്മോട് പറയുന്നത്. ഇനി ഈ കുറ്റം പറച്ചിൽ എന്ന കാര്യം എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ഇപ്പോഴും അല്ലെങ്കിൽ നേരത്തെയൊക്കെ ആണെങ്കിലും ഈ ഒരു കുറ്റം പറച്ചിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കുറേയധികം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് നമ്മൾ ചില ആൾക്കാരുണ്ട് നമ്മളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കില്ല. അവർ നമ്മളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 1-2 പേരിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ട് അവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ പറയും. ശരിക്കും അത് അവർക്ക് നമ്മളോട് നേരിട്ട് പറയാൻ വയ്യ. അതിന് പകരം അവരെന്ത് ചെയ്യും, അവരിങ്ങനെ കൂട്ടം കൂടിയിരുന്നിട്ട് നമ്മളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയും. ശരിക്കും പറഞ്ഞാൽ അവർക്കതൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. പിന്നെ അവർക്കത് അറിയാം നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ കേൾക്കുമ്പം അവർക്കതൊരു സന്തോഷമാവുന്നുണ്ട്. കാരണം നമ്മളെക്കുറിച്ചുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് അവിടെ അവർ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതിനകത്ത് അവരൊരു ആശ്വാസം കണ്ടെത്തുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് നമ്മളെ പലരെയും മുന്നോട്ട് ജീവിതത്തിൽ നയിക്കുന്നത്. എന്നാൽ ചില സമയത്ത് നമ്മൾ പലരിൽ നിന്നും പലതും ഇങ്ങനെ പ്രതീക്ഷിക്കും. അതായത് നമുക്ക് ഇന്ന ആൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും, ഇന്നത് തരും, സഹായിക്കും എന്നൊക്കെയുള്ളത്. പക്ഷേ ചില സമയത്ത് അവരത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങോട്ട് കുറ്റപ്പെടുത്തും. കാരണം എന്താണ്, നമ്മുടെ ആ ഒരു അന്നേരത്തെയുള്ള ഫ്രസ്ട്രേഷൻ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ അങ്ങോട്ട് കുറ്റപ്പെടുത്തും. ഇനി ആ ഒരാൾ നേരത്തെ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ സഹായിച്ചിട്ടുള്ളതാണെങ്കിലും വലിയ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇപ്പോഴുള്ള നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ അതുപോലെ തന്നെ ചില ഫ്രണ്ട്ഷിപ്പുകളിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പലരും പല കാര്യങ്ങളും ഇങ്ങനെ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ കൂടെ നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരും, അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ വിചാരിക്കും. ചില സമയത്ത് അതൊന്നും പറ്റണമെന്നില്ല. അപ്പോഴെന്ത് ചെയ്യും, അതും ഒരു കുറ്റം പറച്ചിലേക്ക് പോകും. പിന്നെ ഈ മുതിർന്ന ആൾക്കാരുടെ കുറച്ച് കലാപരിപാടികൾ, അതായത് ഈ സീനിയർ പീപ്പിൾ, ഇപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിലും സീനിയോറിറ്റി ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഈ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൂടുതൽ വർക്ക് ലോഡ് അങ്ങോട്ട് കൊടുത്ത് ഭയങ്കര ഒരു ഡോമിനൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇനിയിപ്പോൾ അതല്ല, അവരെ ഇഗ്നോർ ചെയ്യുകയാണ്, അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവർ എബിലിറ്റി ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ സ്കില്ലില്ലാത്തവരാണ്, വീക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങും. അതൊരു ഗോസിപ്പിലേക്കും ഒക്കെ അങ്ങോട്ട് പോകും. ഇത് ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ബ്ലെയിം നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ജേർണലിംഗ് ആയിട്ട് എഴുതാം. അതായത് ഒരു രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെന്തൊക്കെ നമ്മളെ വിഷമിപ്പിച്ചു എന്നൊക്കെയുള്ളത് എഴുതി വെക്കാം. നമ്മുടെ വികാരങ്ങൾ, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മളത് കിടക്കുന്നതിന് മുന്നേ ഒരു ജേർണലിംഗ് ആയിട്ട് എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കൂടുതലും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക, നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങളിലോട്ടൊന്നും കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്